നമ്മുടെ നാട്ടിൽ കൂടുതൽ ആൾക്കാരും അതായത് ഒരു 10-60-70% ആൾക്കാരെങ്കിലും മേടിക്കുന്നത് ഒരു മിക്സ് ഒരു 10 ലക്ഷത്തിന് അകത്തുള്ള വണ്ടിയായിരിക്കും. ഇതിൻ്റെ ഒരു സെക്യൂരിറ്റി റേറ്റിംഗ് അല്ലെങ്കിൽ ഇതിൻ്റെ സുരക്ഷ സേഫ്റ്റിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇതിൽ ഏറ്റവും പിന്നെ നിന്നിരുന്ന മാരുതിയാണ് സേഫ്റ്റിയുടെ കാര്യത്തിൽ. ഏറ്റവും കൂടുതൽ വണ്ടി വിറ്റുന്നത് മാരുതിയാണ്. പക്ഷേ മാരുതി ഇപ്പോൾ ഏറ്റവും പുതിയ വണ്ടികൾ വന്നപ്പോൾ, പുതിയ സ്വിഫ്റ്റ് വന്നപ്പോഴും അല്ലെങ്കിൽ ബ്രസ വന്നപ്പോഴൊക്കെ 5 സ്റ്റാർ റേറ്റിംഗിലേക്ക് പോയി. കാരണം അവർക്ക് മനസ്സിലായി ഇപ്പം മാരുതി പല കാര്യങ്ങളിലും പണ്ട് പിന്നില്ല, ഇപ്പം ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ പിന്നില്ല. പക്ഷേ ഈ കിയയും ഹ്യുണ്ടായും പോലുള്ള കമ്പനികളൊക്കെ വന്നപ്പോൾ മാരുതിക്ക് മനസ്സിലായി ഇനി ഇപ്പം അങ്ങനെ നിന്നപ്പോൾ ഇപ്പോൾ അവർ അപ്ഡേറ്റഡ് ആയി. അതുപോലെ മിനിങ്ങാന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന നിസാൻ മാഗ്നൈറ്റ് 5 സ്റ്റാർ കിട്ടി. ഓ ശരി. അത് ജനങ്ങളിപ്പോൾ ചോദിച്ചു തുടങ്ങി എത്ര സ്റ്റാർ ഉണ്ട് എന്ന് ചോദിച്ചു തുടങ്ങി. പിന്നെ ഭാരത് എൻക്യാപ്പ് ഇപ്പോൾ വന്നു, ക്രാഷ് ടെസ്റ്റ് വന്നു. അതിൽ നമുക്ക് നിർബന്ധമൊന്നുമില്ല പോയി ടെസ്റ്റ് ചെയ്യണമെന്ന്. പക്ഷേ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ ചോദിക്കും ഇത് ഭാരത് എൻക്യാപ്പിൽ ടെസ്റ്റ് ചെയ്തിരുന്നോ എന്ന് ചോദിക്കുന്ന അവസ്ഥ കൊണ്ട് അങ്ങനെ തന്നെയാണ് ഇപ്പം മിനിസ്റ്റർ പറഞ്ഞത്. അങ്ങനെ ചോദ്യം വരണം ജനങ്ങളുടെ ഭാഗത്തുനിന്ന്. അപ്പോൾ ഇത് നമ്മൾ നിർബന്ധിതരാകും കൊണ്ട് ടെസ്റ്റ് ചെയ്യിക്കാൻ. അങ്ങനെ വരുമ്പോൾ ഒരുമാതിരിയൊക്കെ ഇപ്പം പിന്നെ 6 എയർ ബാഗ്സ് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആകുന്നു, ABS EBD സ്റ്റാൻഡേർഡ്, അതൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു പരിധി വരെ അത്. പക്ഷേ നമ്മളുടെ ട്രാഫിക് കണ്ടീഷൻസ് വെച്ചിട്ടാണ് ഈ അപകടം അധികം ഉണ്ടാകുന്നത്. പിന്നെ ഇനിയിപ്പോൾ ആയുസ് എത്തിയാൽ പിന്നെ എത്ര എയർ ബാഗ് ഉണ്ടായിട്ട് കാര്യമില്ല.